പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഈ ഞായറാഴ്ച നടക്കാൻ പോകുന്ന WWE സ്പെഷ്യൽ എഡിഷനായ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലെ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളുടെ മാച്ച് കാർഡ് പ്രൊഡിക്ഷൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഞായറാഴ്ച മെയ് 24-ാം തീയതിയാണ് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റ് എന്ന് പറയുന്ന ഷോ നടക്കാൻ പോകുന്നത്. രാവിലെ 5:30 മുതൽ 7:30 വരെയായിരിക്കും നമുക്ക് ഈ ഒരു ഷോ ലൈവ് കാണാൻ സാധിക്കുക. 2 മണിക്കൂർ മാത്രമാണ് ഇതിൻ്റെ ഒരു ദൈർഘ്യം എന്ന് പറയുന്നത്. ടോപ്പ് സൂപ്പർ സ്റ്റാർസിൻ്റെ മത്സരമൊന്നും ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. അപ്പോൾ ലൈവ് എങ്ങനെ കാണാം എന്നുള്ളതിൻ്റെ ഏക ഉത്തരം TV-യിലൂടെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് സോണി 10 ചാനലുകളിലൂടെ ലൈവ് കാണാൻ സാധിക്കും. സോണി ലിവ് എന്ന് പറയുന്ന സ്ട്രീമിംഗ് ആപ്ലിക്കേഷനിലും ലൈവ് കാണാൻ സാധിക്കുന്നതാണ്. ഇതൊന്നും അല്ലാതെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് തേർഡ് പാർട്ടി വെബ്സൈറ്റിൻ്റെ ലിങ്ക് ലഭിക്കാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ലിങ്ക് ലഭ്യമാകുന്നതാണ്. ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഇനി മാച്ച് കാർഡ് പ്രൊഡിക്ഷനിലേക്ക് കടക്കുകയാണെങ്കിൽ ഒന്നാമതായി നമ്മൾ നോക്കുന്നത് നിലവിലെ വുമൻസ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ ബെക്കി ലഞ്ചും സോൾ റൂക്കയും തമ്മിലുള്ള ഒരു മത്സരമാണ്. ഇതൊരു ചാമ്പ്യൻഷിപ്പ് മത്സരമല്ല, ഒരു നോൺ ടൈറ്റിൽ മത്സരമാണ്. ഈ ഒരു മത്സരത്തിൻ്റെ ഒരു വിജയസാധ്യത കൂടുതലായിട്ട് ഞാൻ കാണുന്നത് സോൾ റൂക്ക എന്ന റെസ്ലറിനെയാണ്. അതുകൊണ്ടാണ് ഇതൊരു നോൺ ടൈറ്റിൽ മത്സരമായിട്ട് വെച്ചിട്ടുള്ളത്. തുടർന്ന് സോൾ റൂക്ക ഈ ഒരു ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യുന്ന രീതിയിലേക്കുള്ള സ്റ്റോറി ലൈനായിട്ട് ഇവരുടെ ഫ്യൂഡ് മുന്നോട്ടേക്ക് പോകാനാണ് സാധ്യതയുള്ളത്. രണ്ടാമത്തേത് വുമൻസ് ഡിവിഷനിൽ നിന്നുള്ള മറ്റൊരു മത്സരമാണ്. വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. നിലവിലെ ചാമ്പ്യന്മാരായ പെയ്ജ്, ബ്രീ ബെല്ല തുടങ്ങിയവരുടെ ടീം ദ ഇറസിസ്റ്റിബിൾ ഫോഴ്സ് എന്ന് അറിയപ്പെടുന്ന ലാഷ് ലെജൻഡ്, നയ ജാക്സ് തുടങ്ങിയവരുടെ ടീമിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. ഇതിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബ്രീ ബെല്ല, പേജ് തുടങ്ങിയവരുടെ ടീമിന് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധ്യത കൂടുതലെന്നാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. നിങ്ങളുടെ പ്രഡിക്ഷൻ ആർക്കൊപ്പമാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ കൺഫേം ചെയ്തിട്ടുള്ളത് ഒരു വുമൻസ് ഡിവിഷനിൽ നിന്നുള്ള മറ്റൊരു മത്സരം, ഒരു 6 വുമൺ ടാഗ് ടീം മത്സരമാണ്. നിലവിലെ വുമൻസ് ചാമ്പ്യനായ റിയ റിപ്ലി, ഷാർലറ്റ് ഫ്ലെയർ, അലക്സിയ ബ്ലിസ് തുടങ്ങിയവരുടെ ടീം ജേഡ് കാർഗിൽ, ബി ഫാബ്, മീച്ചിൻ തുടങ്ങിയവർക്കെതിരെ കളിക്കുന്ന ഒരു 6 വുമൺ ടാഗ് ടീം മത്സരമാണ്. ഇതിൽ ജേഡ് കാർഗിലിൻ്റെ ടീമിന് വിജയസാധ്യത കൂടുതലെന്നാണ് എൻ്റെ ഒരു പ്രൊഡിക്ഷൻ. എന്താണെന്ന് വെച്ചാൽ റിയ റിപ്ലിയെ പിൻ ചെയ്തിട്ട് ജേഡ് കാർഗിൽ മത്സരം അവസാനിപ്പിക്കുന്നതും ജേഡ് കാർഗിലിന് വീണ്ടും ഒരു ചാമ്പ്യൻഷിപ്പ് ഓപ്പർച്യൂണിറ്റി ഈ വിജയത്തിലൂടെ താരത്തിന് ചോദിച്ചു ായിട്ടും അവർക്ക് ചെയ്യാൻ സാധിച്ചേക്കാം. അപ്പോൾ എൻ്റെ പ്രഡിക്ഷൻ ജേഡ് കാർഗിലിൻ്റെ കൂടെയാണ്. നിങ്ങളുടെ പ്രഡിക്ഷൻ ആർക്കൊപ്പമാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി 4-മത്തെ മത്സരം എന്ന് പറയുന്നത് നിലവിലെ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ പെൻഡ, ഈതൻ പേജ് എന്ന റെസ്ലറിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. പെൻഡ ഒരു ഗംഭീര പ്രകടനത്തോടു കൂടി ഈതൻ പേജിനെ പരാജയപ്പെടുത്തി ടൈറ്റിൽ റീടേൺ ചെയ്യുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. മെയിൻ ഈവൻ്റ് സാധ്യത ഏതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലെങ്കിലും ഒരു വലിയ സാധ്യതയുള്ളത് ഈ ഒരു മത്സരത്തിനാണ്. അതായത് ഈ ഒരു ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരത്തെ സംബന്ധിച്ചാണ് നമ്മൾ പറയുന്നത്. ഓസ്റ്റിൻ തിയറി, ലോഗൻ പോളി തുടങ്ങിയവർ ചാമ്പ്യന്മാർ ആയതിനു ശേഷം ആദ്യമായിട്ട് ഇവർ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത് ഈ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമിലാണ്. അതും തിരികെ വന്ന സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് എന്ന് പറയുന്ന ടീമിന് എതിരെ. ഇതിൽ ദ വിഷൻ ടീം തന്നെ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. സെത്ത് റോളിൻസ്, ബ്രോൺ ബ്രേക്കർ തുടങ്ങിയവരുടെ ഒക്കെ ഇടപെടൽ ഈ ഒരു മത്സരത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ പ്രഡിക്ഷൻസ് ഈ മത്സരങ്ങളെ സംബന്ധിച്ചുള്ളതൊക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ മറക്കരുത്, മറ്റന്നാൾ ഞായറാഴ്ച രാവിലെ 5:30 മുതൽ നമുക്ക് 2 മണിക്കൂറാണ് ഈ ഒരു ഷോ കാണാൻ സാധിക്കുക. TV-യിലൂടെ കാണാൻ ഉദ്ദേശിക്കുന്നവർക്ക് സോണി ചാനലുകളിലൂടെ ലൈവ് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. രണ്ടാമത്തെ അപ്ഡേറ്റ്, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എൻസോ അമോറെ എന്ന് പറയുന്ന റെസ്ലറിനെ WWE തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ട് ഞാൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. WWE ട്രെയിനിങ് ഫെസിലിറ്റി സെൻറ്റർ എന്ന് അറിയപ്പെടുന്ന പെർഫോമൻസ് സെൻറ്ററിൻ്റെ ബാക്ക് സ്റ്റേജിൽ എൻസോ അമോറെ അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു വാർത്തകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഞാൻ അന്ന് പങ്കുവച്ചത്. നിലവിൽ റെസ്ൽ വോട്ട്സ് എന്ന് പറയുന്ന ട്വിറ്റർ ഹാൻഡിൽ അവരുടെ ലേറ്റസ്റ്റ് പോഡ്കാസ്റ്റിൽ റിപ്പോർട്ട് ചെയ്യുന്നത് എൻസോ അമോറെ എന്ന് പറയുന്ന റെസ്ലറിനെ മാത്രമല്ല, എൻസോ അമോറയുടെ NXT-ലെയും മെയിൻ റോസ്റ്ററിലെയും ടാഗ് ടീം പാർട്ണറായിട്ട് അവർ ഒരു സമയത്ത് ബിൽഡ് ചെയ്ത് വന്ന ഒരു മെമ്പറായിരുന്നു ബിഗ് കാസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവും കൂടി WWE നിലവിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. എൻസോ അമോറെ, ബിഗ് കാസ് തുടങ്ങിയവരുടെ ടീമിനെ ഒരുമിച്ച് ഒരു ടാഗ് ടീം എന്ന നിലയിൽ തിരികെ കൊണ്ടുവരാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഇപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഇടയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു വാർത്ത ഞാൻ ഇന്നലെ പങ്കുവെച്ചൊരു വാർത്തയുമായി കൂട്ടിച്ചേർക്കേണ്ടതാണ്. അതായത് ടാഗ് ടീം ഡിവിഷനെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് പുതിയ ടാഗ് ടീമുകളെ പരീക്ഷിക്കാനും പഴയ ടാഗ് ടീമുകളെ സൈൻ ചെയ്യാനും WWE ഒരു സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഇന്നലെ പങ്കുവെച്ചതാണ്. അപ്പോൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ഈ ബിഗ് കാസ്, എൻസോ അമോറെ തുടങ്ങിയവരുടെ ഒരു തിരിച്ചുവരവിന് WWE ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നത്, അതൊക്കെ കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ ടാഗ് ടീം ഡിവിഷനെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്കാണ് ഇനി കമ്പനി കടക്കാൻ പോകുന്നത് എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. എൻസോ അമോറെ, ബിഗ് കാസ് തുടങ്ങിയവരുടെ ഒരു തിരിച്ചുവരവ് നടക്കുകയാണെങ്കിൽ
നിങ്ങൾ എങ്ങനെയാണ് അത് നോക്കിക്കാണുന്നത്? അത് സക്സസ് ആകുമോ അതോ ഫെയിൽ ആകുമോ? നിലവിൽ ബിഗ് ക്യാഷ് അതേ ബിഗ് ബിൽ എന്നുള്ളൊരു പേരിൽ AEWയിൽ ഒരു കോൺട്രാക്റ്റുള്ള റെസ്ലറാണ്. അത് മെയ് മാസത്തിൻ്റെ അവസാനം ഈ മാസം അവസാനിക്കാൻ പോകുകയാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം WWE ചുവട് മാറ്റുന്നത് നമുക്ക് കാണാൻ സാധിച്ചേക്കാം. കൂടെ എൻസോ അമോറയും കൂടി വരികയാണെങ്കിൽ പഴയൊരു ഓളം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് കരുതുന്നുണ്ടോ? നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മൂന്നാമത്തെ അപ്ഡേറ്റ്, ജെഫ് ഹാർഡിയുടെ അൾട്ടർ ഈഗോ കഥാപാത്രമായ വില്ലോ എന്ന കഥാപാത്രം TNA റെസ്ലിംഗിലേക്ക് ഒരിക്കൽ കൂടി തിരികെ കൊണ്ടുവന്നിരിക്കുന്നു. ഇന്ന് കഴിഞ്ഞ ഇമ്പാക്റ്റ് എന്ന വീക്ക്ലി എപ്പിസോഡിൽ മാറ്റ് ഹാർഡി വേഴ്സസ് വിൻസെൻ്റ് തമ്മിലുള്ള മത്സരം നടക്കുകയുണ്ടായി. ഈ മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങളിലാണ് മാറ്റ് ഹാർഡിയുടെ വിജയത്തിന് കാരണമായ വില്ലോ എന്ന കഥാപാത്രത്തിൻ്റെ തിരിച്ചുവരവ് നമുക്ക് കാണാൻ സാധിച്ചത്. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മത്സരത്തിൽ മാറ്റ് ഹാർഡിയുടെ കൂടെ ജെഫ് ഹാർഡിയും വന്നിട്ടുണ്ടായിരുന്നു. ഈ മത്സരം വീക്ഷിക്കാൻ വേണ്ടിയിട്ട് ജെഫ് ഹാർഡിയെയും ഈ വിൻസെൻ്റ് എന്ന് പറയുന്ന റെസ്ലറിൻ്റെ ടെക്നിക് പാർട്ണറായ ഡച്ചിനെയും ഈ മത്സരത്തിൽ ഇടപെടാതിരിക്കാൻ വേണ്ടി ഹാൻഡ് കഫ് ചെയ്യുന്ന ഒരു മൊമെൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചു. ഇതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് മാറ്റ് ഹാർഡിയുടെ വിജയത്തിലേക്ക് നയിച്ച ജെഫ് ഹാർഡിയുടെ വില്ലോ എന്ന കഥാപാത്രത്തിൻ്റെ ഒരു രസകരമായിട്ടുള്ള ഒരു റിട്ടേൺ നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ നല്ല സ്റ്റോറിയാണ് TNA റെസ്ലിംഗ് ഇപ്പോൾ ഹാർഡി ബോയ്സിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വില്ലോ എന്ന് പറയുന്ന കഥാപാത്രത്തിന് ഒട്ടനവധി ആരാധകരുണ്ട്. ജെഫ് ഹാർഡി WWE വന്നപ്പോൾ വില്ലോ എന്ന് പറയുന്ന കഥാപാത്രത്തെ തിരികെ കൊണ്ടുവന്നേക്കാൻ സാധ്യതകളുണ്ട് എന്നുള്ളൊരു വാർത്തകളൊക്കെ പ്രത്യേക വന്നിരുന്നു. പക്ഷേ അൾട്ടർ ഈഗോ കഥാപാത്രം ജെഫ് ഹാർഡിയുടെ ആ ഒരു വില്ലൻ കഥാപാത്രം മാത്രം WWEയിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. ഇനിയിപ്പോൾ WWEയും TNA റെസ്ലിംഗുമുള്ള ഒരു പാർട്ണർഷിപ്പ് നിലനിൽക്കുന്ന ഒരു സമയത്ത് ഇനി എന്തെങ്കിലും മെയിൻ റോസ്റ്ററിലേക്ക് ഈ ഹാർഡി ബോയ്സ് വരികയാണെങ്കിൽ വില്ലോ എന്ന് പറയുന്ന കഥാപാത്രത്തെ ജെഫ് ഹാർഡി ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അത് വേറെ ലെവലിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കാരണം നല്ലൊരു സപ്പോർട്ട് ആരാധകർക്കിടയിൽ ഈ കഥാപാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഒരു സമയത്തും ഇപ്പോഴും കിട്ടുന്നുണ്ട്. സോഷ്യൽ മീഡിയ വ്യൂസൊക്കെ നോക്കിയാൽ വില്ലോ കഥാപാത്രം തിരികെ വന്നത് ആരാധകർ ഏറ്റെടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും. എന്താണ് ഇനി ജെഫ് ഹാർഡി ഈ ഒരു കഥാപാത്രം ഉപയോഗിച്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതൊക്കെ ഇനി വരുന്ന ആഴ്ചകളിലെ TNAയുടെ ഇമ്പാക്റ്റ് എന്ന വീക്ക്ലി എപ്പിസോഡും അവരുടെ പേപ്പർ വ്യൂസും കണ്ടു തന്നെ അറിയാം. നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്നത് നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനും സൂപ്പർ താരവുമായ റോമൻ റെയിൻസിനെ സംബന്ധിച്ചാണ്. റോമൻ റെയിൻസിൻ്റെ സോളോ റണ്ണ് 2015 ആരംഭിച്ചപ്പോൾ റോമൻ റെയിൻസ് ആദ്യമായിട്ട് കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ ഒരു ടീഷർട്ട് ഉണ്ട്. അത് ഒരിക്കൽ കൂടി WWE ഇപ്പോൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു ടീഷർട്ട് വീണ്ടും വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. ഇത് ഒരു പക്ഷേ റോമൻ റെയിൻസിൻ്റെ ബിഗ് ഡോഗ് എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഒരു തിരിച്ചുവരവിൻ്റെ സൂചനയാണോ എന്നുള്ളൊരു സംശയമാണ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചില ആരാധകർ ചോദിച്ചത്. അപ്പോഴാണ് ഞാൻ ഈ ഒരു വാർത്തയെക്കുറിച്ച് അറിയുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊരു ക്ലാരിഫിക്കേഷൻ നൽകാമെന്ന് വിചാരിച്ചു. റോമൻ റെയിൻസിൻ്റെ 2015 വെറുമൊരു ടീഷർട്ട് പിന്നെയും വിൽപ്പനയ്ക്ക് വെച്ചു എന്നുള്ളതിൽ ഉപരി ബിഗ് ഡോഗ് എന്ന് പറയുന്ന കഥാപാത്രത്തെ WWE ഒരിക്കലും കൊണ്ടുവരില്ല. റോമൻ റെയിൻസിൻ്റെ ഇപ്പോഴത്തെ ട്രൈബൽ ചീഫ് എന്ന് പറയുന്ന കഥാപാത്രം ആരാധകർക്കിടയിൽ അത്രയും ക്ലിക്കായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വേറിട്ട് റോമൻ റെയിൻസ് ഒരു ബിഗ് ഡോഗ് ക്യാരക്ടറിലേക്ക് പോകുന്ന രീതിയിൽ ഒരിക്കലും അവർ ഇനി പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നില്ല. റോമൻ റെയിൻസിനെ ഇനി പൂർണ്ണമായി ഒരു ഫേസ് ആക്കി കാണിക്കാൻ സാധിക്കില്ല. റോമൻ ഒരു ഫേസുമല്ല ഹീലുമല്ല, അങ്ങനെയുള്ള ഒരു ഈഗോ ഉള്ള ഒരു കഥാപാത്രം എന്ന നിലയിൽ മാത്രമേ അവർക്ക് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു രീതിയിൽ മാത്രമേ ആളുകൾ ഇനി റോമൻ റെയിൻസിൻ്റെ കഥാപാത്രത്തെ നോക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ടീഷർട്ട് ഇപ്പോൾ വിൽപ്പനയ്ക്ക് വെച്ചത് അത് ആളുകളെ കൊണ്ട് മാക്സിമം ആ മെർച്ചൻഡൈസ് വാങ്ങുക എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. മാക്സിമം കമ്പനിക്ക് വരുമാനം ഉണ്ടാക്കുക എന്നുള്ളൊരു തന്ത്രം മാത്രമേ ഉള്ളൂ. അല്ലാതെ ബിഗ് ഡോഗ് എന്ന് പറയുന്ന കഥാപാത്രത്തെ നിലവിൽ എന്തായാലും തിരികെ കൊണ്ടുവരില്ല. നിലവിലെന്നല്ല, റോമൻ റെയിൻസിൻ്റെ കരിയർ അവസാനിക്കുന്ന ഇനിയുള്ള അങ്ങോട്ടുള്ള ഒരു സമയത്തൊന്നും ബിഗ് ഡോഗിൻ്റെ ഒരു തിരിച്ചുവരവിൻ്റെ യാതൊരുവിധ ഒരു കാര്യവും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ ചില കൂട്ടുകാരിങ്ങനെ ചോദിച്ചതുകൊണ്ട് അതിനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ നൽകിയെന്ന് മാത്രമേ ഉള്ളൂ. റോമൻ റെയിൻസിൻ്റെ ട്രൈബൽ ചീഫ് കഥാപാത്രം മാത്രമേ ഇനി നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ട്രൈബൽ ചീഫ് കഥാപാത്രമാണോ അതോ റോമൻ റെയിൻസിൻ്റെ എല്ലാവരെയും ഒറ്റയ്ക്കടിച്ച് നിൽക്കുന്ന ബിഗ് ഡോഗ് എന്ന് പറയുന്ന കഥാപാത്രമാണോ ഇഷ്ടം? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണുന്നത് വരെ ബൈ.